ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 2-3 മാസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. ആക്ച്വലി ഞാൻ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ഒന്നും കിട്ടാറില്ല. അപ്പം അത് മാത്രമല്ല, എനിക്ക് ലോങ് വീഡിയോ എടുക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. എനിക്കിങ്ങനെ കുറേ നേരം സംസാരിക്കുന്ന അതുപോലത്തെ വീഡിയോ എടുക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ആയിപ്പോയി. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ് പരിപാടിയും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഇതൊക്കെ ഞാൻ കുറച്ചായിട്ട് എടുത്തു വെച്ചിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി എടുക്കുന്നത് ഒരു ദിവസമാണെങ്കിൽ അതിൻ്റെ ഓർണമെൻറ്റ്സ് എടുക്കുന്ന വേറെ ദിവസമായിരിക്കും, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന വേറെ ദിവസമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പാല് കാച്ചിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അന്നും ഫുള്ള് തിരക്കായിട്ട് എനിക്ക് എടുക്കാൻ പറ്റാണ്ടായി. അങ്ങനെ അത് പോയി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം അന്ന് വരാത്ത ഗസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടിന്യൂസ് ഒരാഴ്ച ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. അപ്പം അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ആരും ഇല്ലാത്തൊരു സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാണ്ടിരുന്നത്, അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പം അതിന് ഞാൻ സോറി ചോദിക്കുകയാണ്. അപ്പം വീടിൻ്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇത് ഹൗസ് വാമിങ് പരിപാടി നടത്തിയത്, പാലാഴ്ച പരിപാടി നടത്തിയത്. അതുപോലെ മുമ്പുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏകദേശം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്, എന്നാൽ മുഴുവനായി സെറ്റായി എന്ന് പറയാനും പറ്റില്ല. അപ്പം വീട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ. എനിക്ക് ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അകത്തേക്കുള്ള എൻട്രി വരുന്നത്. അതുപോലെ നമ്മുടെ വീടിൻ്റെ പേര് അനശ്വരം എന്നാണ് കേട്ടോ. അനശ്വരം എന്ന് ഇടാൻ കാരണം എൻ്റെ അനിയത്തിയുടെ പേര് അനന്യ എന്നാണ്. അപ്പോൾ അവളുടെ ഫസ്റ്റ് 2 അക്ഷരവും അതുപോലെ ഐശ്വര്യയുടെ അവസാനത്തെ 2 അക്ഷരം അങ്ങനെ കൂട്ടിയിട്ടാണ് അനശ്വരം എന്ന് പേരിട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേരായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി വരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ പൂജാമുറിയാണ്. ഞാൻ ഓൾറെഡി മുൻപത്തെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള വീടിൻ്റെ ഇതിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എങ്ങനെയാണ് വീടിൻ്റെ പ്ലാനൊക്കെ വരുന്നത് എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാമുറി വരുന്നത്. നമ്മളിവിടെ പടിഞ്ഞാറ്റാണ് കേട്ടോ പറയുന്നത്. ഇതാണ് നമ്മുടെ പൂജാമുറി. ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇടാൻ പറ്റും. ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ടി വിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. ഇതൊന്നും ശരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് മുഴുവനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് നമ്മുടെ പുതിയ അലമാരയാണ് കേട്ടോ. അതായത് നമ്മുടെ പെയിൻറ്റ് അതുപോലെ അതിനെല്ലാം ഒത്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഈ 3 കൃഷ്ണൻ്റെ ഫോട്ടോസും അങ്ങനെ കിട്ടിയതാണ്, ഫ്രെയിം ചെയ്ത് കിട്ടിയതാണ്. ഭയങ്കര രസമാണ്. പക്ഷെ വീഡിയോയിൽ അത്ര മനസ്സിലാവുന്നില്ല. അതിൽ ഷൈനിങ് ആയിട്ടുള്ള കുറേ സ്റ്റോൺസൊക്കെ വെച്ചിട്ടാണ് അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുപോലെ ഇതെൻ്റെ അനിയത്തിക്ക് ഫാമിലിയിൽ നിന്ന് കൊടുത്ത ഒരു ഫ്രെയിമാണ്. ദ മോസ്റ്റ് ലവബിൾ പേഴ്സൺ ഇൻ അവർ ഹോൾ ഫാമിലി, അവർ കാച്ചുമോൾ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇതും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരു ചേച്ചി നമ്മുടെ ബന്ധു തന്നെ, റിലേറ്റീവ് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഈ സാധനം. ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ടീപ്പോയി അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. ഈ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ മുൻപേ വാങ്ങിച്ചു വെച്ചതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു വെച്ചൊരു മാറ്റാണ് കേട്ടോ, ടേബിൾ മാറ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തൽക്കാലം കിടക്കുന്നത്. അവിടെ എൻ്റെ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും റൂം ഇങ്ങനെ അടച്ചിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കുന്ന വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വിൻഡോസൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അതുപോലെ ഇവിടെ ഇത്ര വലിയൊരു ബ്ലാങ്ക് സൈഡിൽ നമ്മൾ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റ് വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ചൂടൊന്നും വലുതായിട്ട് അറിയുന്നില്ല കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയാണ് എൻ്റെ അനിയത്തിയൊക്കെ കിടക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ആൻഡ് ഈ ഒരു അലമാര, ഈ ഒരു ഷെൽഫ് എൻ്റെ അച്ഛൻ്റെ അനിയൻ തന്നതാണ് കേട്ടോ. 4 മുറിയുണ്ട്, അല്ല 4 അറകളുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഓക്കെ, ഇവിടെ മുകളിൽ ഇങ്ങനെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ രാത്രി കാണാനായിട്ട്. അങ്ങനെ അധികം നമ്മൾ ഇടാറില്ല, പക്ഷേ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.
ഇവിടെ നമ്മുടെ വാഷ് ബേസും ആൻഡ് ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതിൽ ഈ മുകളിൽ കിടക്കുന്നതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ ഈ വാഷിംഗ് മെഷീൻ എൻ്റെ മൂത്തമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ കിണറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ അകത്തെല്ലാം വരുന്നത്. പിന്നെ ഇതിൻ്റെ പിറകിലായിട്ട് കിണറിൻ്റെ ബാക്ക് സൈഡായിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഈവനിങ് ആവുന്ന സമയത്ത് കാണിക്കും. അപ്പോൾ അവിടെ ഭയങ്കര വെയിലാണ്, നമുക്ക് അവിടെ ചെല്ലാൻ പോലും പറ്റൂല. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിടാം. അതുപോലെ ഓൺലൈനായിട്ട് ഞാൻ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും അതിൻ്റെ റിവ്യൂവും കൂടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വന്ന് കണ്ടവർക്കെല്ലാം നമ്മുടെ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇവിടുന്ന് കുറേ വീഡിയോസ് എടുക്കാൻ എൻ്റെ പ്ലാനിലുണ്ട്. ഡേ ഇൻ മൈ ലൈഫും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നടക്കുമെന്നറിയില്ല. എനിക്ക് 2 ആഴ്ച കഴിയുമ്പോഴത്തേനും എനിക്ക് തിരിച്ച് ഓഫീസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ പിന്നെയും എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാണ്ടാവും. അപ്പം എൻ്റെ പരമാവധി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിടുന്നൊരു വീഡിയോ എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂസും ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് എത്ര പേര് കാണുന്നു എന്നതിനേക്കാൾ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഓരോ കാര്യത്തിലായിരിക്കും ഇഷ്ടമുണ്ടാവില്ല. ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കാനും അതുപോലെ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാൻ, അത് എഡിറ്റ് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ, അതിൽ എത്ര വ്യൂസ് ഉണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, ഇനി അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം. അതായത് ഇപ്പം കുറച്ചും കൂടി മുമ്പത്തെ നാളുകളാണെങ്കിൽ എല്ലാവരും വ്ളോഗ്സും അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കോൺഫിഡൻസ്, ആൾക്കാരെന്ത് പറയും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഞാനായിട്ട് ചെയ്യണമല്ലോ, അല്ലാണ്ട് വേറൊരാൾ ചെയ്യില്ലല്ലോ. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നല്ലൊരു ദിവസത്തിൻ്റെ ഒരു വ്ളോഗാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളത് എടുത്ത് നോക്കുമ്പോൾ അതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്കതൊരു മെമ്മറി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും അതുപോലെ ഒരു യൂട്യൂബർ ആവാം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള കാരണം. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പം ഏതെങ്കിലും ഒരാൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ മടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ഇല്ലാതെ ആൾക്കാർ പറയും ക്യാമറ നല്ലതല്ല, ഇവൾക്ക് വ്യൂസും കാര്യങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവൾ വീഡിയോ ഇടുന്നത്, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ മേ ബി നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മളുമായിട്ട് അടുത്തുള്ള ആൾക്കാരായിരിക്കും അയ്യേ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാനുള്ളത്. അപ്പം ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്നെപ്പോലെ വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതെൻ്റെ വിജയമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും പറയാനില്ല. ഇത് പറയണം എന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ എല്ലാ വ്ളോഗ്സിലും വേറെ വേറെ കണ്ടൻ്റ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാറില്ല. ഇനി അടുത്തതായിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ എൻ്റെ പച്ചക്കറിയുടെ തോട്ടം കാണിച്ചു തരാം. അങ്ങനെ കുറേ പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പച്ചക്കറികൾ അച്ഛനായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. അതും ഞാൻ മുമ്പത്തെ വ്ളോഗിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. അപ്പം ഞാൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും നേരത്തെ എണീറ്റ്, പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ സമയം പോയി. അപ്പം ഞാൻ ഇവിടുത്തെ പച്ചക്കറി തോട്ടം കാണിക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പം ഞാൻ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിയുടെ തോട്ടം എന്ന് പറയാനായിട്ടൊന്നുമില്ല, കുറച്ച് പച്ചക്കറികൾ നമ്മളിങ്ങനെ നട്ടിട്ടുണ്ട്. അതുപോലെ ആ സൈഡിലും
കുറച്ച് നട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫുള്ളിങ്ങനെ ക്ലീൻ ഇല്ലാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പച്ചമുളകിൻ്റെ ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് മൊത്തം പച്ചക്കറി അല്ല പച്ചമുളകാണ് കേട്ടോ. അതേപോലെ ഇത് തക്കാളി, പിന്നെ കുറച്ച് പൂക്കളുടെ ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് കുമ്പളം ആണ്. നിങ്ങളിവിടെ എന്താണെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ കുമ്പളങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പച്ചമുളക്, അത് നമ്മൾ ഒരുപാട് വിത്ത് ഒരുമിച്ചിട്ട് മുളപ്പിച്ചെടുത്ത് നട്ടതാണ് കേട്ടോ. ഇത് അതേപോലെ പൂച്ചെടികളാണ്. ഞാനൊരു പ്രാവശ്യം ഇത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ. ഇതൊക്കെ പൂക്കളാണ് കേട്ടോ, ചെമ്പരത്തി. ഇതിൽ ചെറുതായിട്ട് ചെമ്പരത്തി വരുന്നുണ്ട്. അതേപോലെ ഇത് നമ്മുടെ മുന്തിരിയുടെ ചെടിയാണ്. ഇതും കുറച്ചായിട്ട് വളരുന്നുണ്ട്, നന്നായിട്ടൊന്നും വളരുന്നില്ല കേട്ടോ. ഇത് ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് കുമ്പളത്തിൻ്റെയാണ്. ഇതിൽ പൂക്കളൊക്കെ വളർന്നിട്ടുണ്ട്. ഇവിടെ വെള്ള കളറ് റോസാണ് കേട്ടോ. അതുപോലെ ഇവിടെ റോസ് കളറ് റോസ് ഉണ്ട്. ചെമ്പരത്തിയാണ്. ചീര നട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2-3 പ്രാവശ്യം ചീരയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം മൊത്തം നശിച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റാറില്ല. അതുപോലെ കറ്റാർവാഴ, ഇത് നമ്മൾ കാസർഗോഡ് നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. ഇത് തക്കാളി, ഇതെല്ലാം തക്കാളിയാണ്. പിന്നെ ഇവിടെ ഒരു പൂവിൻ്റെ ഒരു ചെടി കൂടിയുണ്ട്. ആകെ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി ചെടികളെല്ലാം നട്ട് വളർത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇനി അതൊക്കെ ശ്രദ്ധിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടികൾ ഇവിടേക്ക് ഇങ്ങനെ നടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ശരിക്കും ചെയ്യാനുണ്ട്. ഇപ്പം അങ്ങനെ അധികമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പരിപാടി, പാലുകാച്ച പരിപാടി കഴിഞ്ഞെങ്കിലും എല്ലാ ദിവസവും ഗസ്റ്റും ഫുള്ള് തിരക്കന്നെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാറില്ല. ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ തന്നെ അധികവും പറ്റാറില്ല. അപ്പോൾ ഇനി മുതൽ അതൊക്കെ ശ്രദ്ധിച്ച് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി നന്നായിട്ട് നല്ല വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.